ഹലോ എല്ലാവർക്കും നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയിലെ പണ്ടാര അടുപ്പിലേക്ക് തീ കൊളുത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇത് നമ്മുടെ കേരളത്തിലല്ല കേട്ടോ. ഇത് ഇങ്ങ് മധ്യപ്രദേശിൽ കൊച്ചു ഭോപ്പാലിലാണ് കേട്ടോ. അപ്പോൾ ഭോപ്പാലിൽ ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് എനിക്ക് പൊങ്കാല ഇടാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത്. കഴിഞ്ഞ 2 തവണയായിട്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന എസ് എൻ മിഷനാണ്. അപ്പോൾ എസ് എൻ മിഷനോട് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ഗണപതിക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഗണപതിക്ക് വെക്കുകയാണ്. വിളക്കൊക്കെ ഒരുക്കി എല്ലാം റെഡിയാക്കി വെക്കണം. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വന്നായിരുന്നു. ദേ കൺമണിയും ആരോമലും അതുപോലെ തന്നെ ഹസ്ബൻഡും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ 2, 3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. അരിയൊക്കെ ഇത്തവണ ഇവർ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമായിരുന്നു കേട്ടോ. പിന്നെ കലത്തെ ചാർത്താനുള്ള ഇതുപോലെ പൂമാലയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇതുപോലെ ചന്ദനമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കലമൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വിറക്, അടുപ്പ് ഇതൊക്കെ ഇവിടുന്ന് തന്നെ ഇവർ അടുത്ത് തന്നെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമായിരുന്നു. വളരെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പൊങ്കാല സമയത്ത് നമുക്ക് അടുത്ത് നിന്ന് ചെയ്ത് കിട്ടുന്നതെന്നുള്ളത്. ഇതേ അടുപ്പിലേക്ക് നമ്മൾ തീ പകരാൻ പോവുകയാണ്. അപ്പം പണ്ടാര അടുപ്പിൽ നിന്നുള്ള തീ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാനും ഒരു കർപ്പൂരത്തിലാക്കി അത് കത്തിച്ച് നമ്മുടെ അടുപ്പിലേക്ക് വെക്കുകയാണ്. നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ കുറച്ച് യൂട്യൂബിൽ നിന്നുള്ള റെഫറൻസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ തവണത്തെ പൊങ്കാലയെ വെച്ച് ഇത്തവണത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. കാരണം കഴിഞ്ഞ തവണ എനിക്ക് തീ അടുപ്പിൽ പിടിക്കാനൊക്കെ ആയിട്ട് കുറേ താമസം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും കുറച്ച് ഡിലേ ആയിരുന്നു കഴിഞ്ഞ തവണ. അത് വെച്ച് ഇത്തവണ എനിക്ക് പെട്ടെന്ന് തീ പിടിക്കുകയും ചെയ്തു. അതുപോലെ പെട്ടെന്ന് തിളച്ചു. എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ എൻ്റെ നടന്നു. പെട്ടെന്ന് തന്നെ പായസം റെഡിയാവുകയും ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഇത്തവണ ഞാൻ കുറേ റെഫറൻസ് യൂട്യൂബിൽ നിന്ന് എടുത്തായിരുന്നു. നമ്മൾ തീ കൊളുത്തുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, അരി ഇടുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി കുറച്ച് പഠിച്ച് വെച്ചായിരുന്നു. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ചൊല്ലുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്തവണ ഞാൻ ചെയ്തുകൊണ്ടായിരിക്കാം എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു. ദേ എൻ്റെ അരി തിളച്ച് വന്നു കേട്ടോ. പൊങ്കാല അടുപ്പിലേക്ക് തിളച്ച് പോയായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തളിക്കാനായിട്ട് തിരുമേനി വരുന്നുണ്ട്. അപ്പോൾ തളിക്കാനായിട്ട് ദേ പോറ്റി വന്ന് തെളിച്ച് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സദ്യയും എസ് എൻ മിഷൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. ഇത്തവണയും കുറച്ചും കൂടെ മികച്ച രീതിയിൽ അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് ഇത്തവണത്തെ പൊങ്കാല വളരെ ബ്ലെസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.